ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞു അല്ലേ? എല്ലാവരും എന്തൊക്കെ ചെയ്തു? സന്തോഷമായിരുന്നോ എല്ലാവരും? ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് അനുഭവം വന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞോട്ടെ. ഫസ്റ്റ് തിങ് ഇൻ അവർ ലൈഫ് ഈസ് നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കുക. ഞങ്ങൾ രണ്ടുപേരുടെ സ്നേഹത്താൽ ജനിക്കപ്പെട്ട വ്യക്തികളാണ്. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഞങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ തീരുമാനം എടുക്കുക. ഞങ്ങൾ സ്ട്രോങ് ആയ ഒരു തീരുമാനം എടുക്കുക. അല്ലാതെ മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്ന് ഒരിക്കലും തീരുമാനിച്ച് ഞങ്ങളുടെ സ്വന്തം തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറാകരുത്. നമ്മളുടെ ജീവിതം തന്നെ നമുക്കൊരു പാഠമാകണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ അത് നമ്മളെ ഒരുപാട് പിന്നെ ഫ്യൂച്ചറിൽ വേദനപ്പെടുത്താൻ ഇടയാക്കും. അതുകൊണ്ട് മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നമ്മളൊരു തീരുമാനത്തിൽ എത്താതിരിക്കുക. എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗുരു. നമ്മൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾക്ക് ഒരിക്കലും ഈ പറയുന്ന വ്യക്തികൾക്ക് യാതൊരു പങ്കുമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നു, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ചെവി കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ അപ്പോൾ തന്നെ മറുപടി പറഞ്ഞ് അത് സ്റ്റോപ്പ് ചെയ്യിക്കുക. കാര്യം അവർ ആ സമയത്തെ പ്രസൻറ്റ് മൂമെൻറ്റിലെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് അഭിപ്രായം പറയുന്നവർ മാത്രമാണ്. നമ്മൾക്ക് ഹെഡ് ലോട്ട് ഓഫ് ടൈമുണ്ട്, ലോട്ട് ഓഫ് ലൈഫുണ്ട്, ഫ്യൂച്ചർ നമ്മളെ കയ്യിലാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും ഹോബീസിൽ ഉൾപ്പെടുക, അല്ലെങ്കിൽ ഒരു യോഗ ക്ലാസ്സിന് പോവുക, അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോവുക, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ മീറ്റപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെ പല ഇഷ്ടങ്ങളും നമ്മൾക്ക് ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതിന് പോലും തടസ്സം നിൽക്കുന്ന നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അടുത്തുള്ളവരോ അച്ഛനോ അമ്മയോ ആരോ ആയിക്കോട്ടെ, അതിനൊക്കെ തടസ്സം നിൽക്കുന്നവർ ഒരുപാടുണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം, നമുക്ക് ഒരു ഏജിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നമ്മുടെ ഏജ് വളരെ വാല്യുബിളാണ്. നമ്മൾ കുറച്ച് സമയം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ചെയ്ത് നമുക്ക് സ്വയം ഹാപ്പി ആവാൻ അതെല്ലാം നമ്മൾ ചെയ്യണം. ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. പകുതി വഴിയിൽ ഇട്ടിട്ട് പോകരുത്. ഞങ്ങൾ തുടർന്നും അത് ചെയ്യുക. വീണ്ടടുത്ത് നിന്ന് എഴുന്നേൽക്കുക, വീണ്ടും ശ്രമിക്കുക. അത് പൂർണ്ണതയിലെത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കണം. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് ദ്രോഹമാകും എന്ന് തോന്നിയാൽ ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കുക. ഒരു പക്ഷേ ചെയ്തു പോയാൽ മാപ്പും ചോദിക്കുക. അങ്ങനെ തിരുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. എൻ്റെ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അത് എങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചും കൂടെയാണ്. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ കുറച്ച് കാര്യങ്ങൾ തന്നെ എൻ്റെ ലൈഫിൽ ഉൾപ്പെടുത്തിയപ്പോൾ ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് വേദനകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ജീവിതം തന്നെ ഒരുപാട് പ്രശ്നത്തിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഹൗ ടു ഓവർകം ഓൾ ദിസ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്തത്.